കേരളത്തിൽ മുഴുവൻ നടപ്പിലാക്കുന്ന ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കും. കൊല്ലം ജില്ലയിൽ സദാനന്ദപുരം എന്ന സ്ഥലത്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പൈലറ്റ് പ്രൊജക്ട് നടപ്പിലാക്കുകയെന്ന് പദ്ധതിയുടെ സംരംഭകരായ എങ്കക്കാട് ആക്കനത്ത് വീട്ടിൽ ആൻഡോ ലൂയിസ് അറിയിച്ചു. നമ്മളുടെ ഈ ആധുനിക രീതിയിലുള്ള അൾട്രാ മോഡേൺ AC ബസ് സ്റ്റോപ്പുകളുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുകയാണ് ഏപ്രിൽ 1 മുതൽ. അതായത് ഒരു യാത്രക്കാരന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബസ് സ്റ്റോപ്പ് കൊണ്ട് ലഭിക്കും. പബ്ലിക്കുകൾക്ക് പൊതുജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഫ്രീ ആയിരിക്കും. ഒന്നിനും പ്രത്യേകിച്ച് വരുന്നില്ല. ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബാങ്ക് ATMവും ഒരു കിയോസ്കും, ഇത് 12 ആണുങ്ങൾക്കും 12 പെണ്ണുങ്ങൾക്കും 2 ബ്രസ്റ്റ് ഫീഡിങ് ഏരിയയും ഉൾപ്പെട്ടതാണ്. ഇതിൽ ഞങ്ങൾ ഡ്രിങ്കിങ് വാട്ടർ 2 രൂപ പെർ ലിറ്ററിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതേമാതിരി തന്നെ ലേഡീസിൻ്റെ നാപ്കിൻ 5 രൂപയുടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന ATM മെഷീനുകളാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതുകൂടാതെ പരസ്യത്തിനായി മുകളിൽ 5 അടി വീതിയിലും 36 അടി നീളത്തിലും പരസ്യത്തിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരിക്കും, വീഡിയോ. ഇതെല്ലാം കൂടിയ ഈ ബസ് സ്റ്റോപ്പ് കംപ്ലീറ്റ് പൂർണ്ണമായും ശീതീകരിച്ച ബസ് സ്റ്റോപ്പ് തന്നെയാണ്. കേരളത്തിൻ്റെ പുതിയ ഈ 14ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്ന 2017 നമ്മുടെ കേരളത്തിലെല്ലാം കൂടി ഒരു ഏകീകൃതമായ ഒരു യൂണിഫോമിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ ഇതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ്റും ഇതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ KSRTCയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പത്തനാപുരം താലൂക്കിൽ സദാനന്ദപുരത്താണ് ഏപ്രിൽ മാസം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിൽ നമ്മുടെ ഗതാഗത മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി KB ഗണേശകുമാറിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് അത് നടക്കുന്നത്. ഇതുകൂടാതെ മുകേഷ് എൻ്റെ കൊല്ലം ജില്ലയിലും 150 എണ്ണത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്തിമഘട്ടത്തിലാണ്. കേരള മുഖ്യമന്ത്രിക്കും ഇതിന് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിനുള്ള എഗ്രിമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. മിക്കവാറും ഈ നിയമസഭ തീരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഓർഡറും കൈപ്പറ്റുമെന്ന് വിചാരിക്കും. കേരളത്തിൽ ആദ്യമായിട്ട് 1300 സ്ഥലങ്ങളിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ MLAമാരുടെ ഓരോ നിയോജക മണ്ഡലത്തിൽ 5 എണ്ണം വീതം 700 എണ്ണവും, പര്യടന വിഭാഗത്തിന് ടൂറിസം വിഭാഗത്തിന് 200 എണ്ണവും KSRTCക്ക് 200 എണ്ണവും കൂടിയാണ് ഇത് മിനിമം വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 1300 ബസ് സ്റ്റോപ്പുകളാണ് ഈ 17-ാം തീയതി 2017 കേരളത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ആ സമയത്ത് കേരളത്തിലെല്ലായിടത്തും ഈ 2017 നവംബർ 1-ാം തീയതിക്ക് മുൻപ് പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്താൽ എൻ്റെ ഞാൻ നിർത്തും. പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് ആൻഡോ ലൂയിസ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. KSRTCയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് ആദ്യം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുക. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ മുഴുവൻ ഒരേപോലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും 5 വീതം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കും. KSRTC സ്റ്റാൻഡുകളിൽ 93 എണ്ണവും ടൂറിസം കേന്ദ്രങ്ങളിൽ 200 എണ്ണവും നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. ശീതീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം മുതൽ ബിരിയാണി വരെയുള്ള നാടൻ വിഭവങ്ങൾ ലഭിക്കും. നാടൻ വിഭവങ്ങളാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്തുക. ഒരു സാധാരണക്കാരനായ യാത്രക്കാരന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ലഭിക്കും. പ്രാതൽ ഭക്ഷണത്തിന് 15 രൂപയും ഉച്ചയൂണിന് 30 രൂപയും ബിരിയാണിക്ക് 50 രൂപയുമാണ് ഈടാക്കുക. ചായ, കാപ്പി, സർബത്ത്, മോരിൻ വെള്ളം എന്നിവയെല്ലാം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ലഭിക്കും. ആധുനിക രീതിയിലുള്ള ശൗചാലയവും കുട്ടികൾക്ക് മുലയൂട്ടുന്നതിനുള്ള സൗകര്യവും ATM സംവിധാനവും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടാകുമെന്ന് സംരംഭകനായ ആൻഡോ ലൂയിസ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ആൻഡോ ലൂയിസിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് 4 വർഷം മുമ്പ് എനി ടൈം ന്യൂസാണ് ജനങ്ങളിലും അധികാരികളിലും എത്തിച്ചത്.
ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.